നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗത്തു നിന്ന് ഒരു വാക്യം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 31-ാമത്തെ വാക്യം. The Gospel according to Saint Luke, chapter 24, verse 31. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. Then their eyes were opened and they recognized him and he vanished from their sight. തെക്കേ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തതായുള്ള ബിഷപ്പ് ലെസ്ലി ന്യൂബിഗൻ എഴുതിയതായുള്ളൊരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: Jesus Christ, our eternal contemporary. Jesus Christ, our eternal contemporary. സഹചാരിയായിട്ട് എപ്പോഴും നമ്മോട് കൂടി ഇരിക്കുന്ന ഉദ്ധിതനായിട്ടുള്ള ക്രിസ്തു. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ധ്യാനത്തെ വിഷയീഭവിപ്പാൻ്റെ കോണം ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിഷയം. സഹചാരിയായിട്ട് എപ്പോഴും കൂടെ ഇരിക്കുന്നതായുള്ള ക്രിസ്തു. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് കൽപ്പിച്ചതായുള്ള കർത്താവ് താൻ സ്വർഗാരോഹണം ചെയ്തു എങ്കിൽ തന്നെയും മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിക്കുന്നതായിട്ടുള്ള ദൈവമാണ് ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവ്. മൂന്ന് ആളുകളുടെ സഞ്ചാരത്തെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്കോസ് തൻ്റെ 24-ാം അധ്യായത്തിലൂടെ നമുക്ക് നൽകുന്നതായുള്ള ഈ വേദഭാഗം. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നത് ശിഷ്യഗണങ്ങൾക്ക് വെളിപ്പെട്ടതായുള്ള അവസരത്തിൽ ശിഷ്യന്മാർ എല്ലാവരും തന്നെ വളരെയധികം ഭയമുള്ളവരും ആകുല ചിത്തരും ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്ന ആളുകളാണ്. വളരെ പരാജയബോധത്തോടു കൂടി യെരുശലേമിൽ ആയിരുന്ന ശിഷ്യഗണങ്ങൾ ഓരോരുത്തരായി കൊഴിഞ്ഞു പോകുന്നതായുള്ള ഭാഗത്തെ സൂചിപ്പിക്കുകയാണ് എമ്മോസിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വേദഭാഗത്തെ നമുക്ക് കാണുവാനിടയാവുന്നത്. 2 ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ യേശുവിന് വളരെയധികം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അതിൽ 2 പേര് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ നാം ഒരു ഭാഗത്തെ കാണുമ്പോൾ മറുവശത്തായിട്ട് കാണുന്നത് വാതിലടച്ചൊന്നും യെരുശലേമിൽ പാർക്കുന്നില്ല, ഞങ്ങൾ പോവുകയാണ്. അവ എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെയുള്ള യാത്രയുടെ മധ്യത്തിൽ അവരോടുകൂടെ ചേർന്ന് നടക്കുന്ന ഒരു അപരിചിതനെ, ഒരു സ്ട്രേഞ്ചറെ കാണുന്നതിനായിട്ടും മനസ്സിലാക്കുന്നതിനായിട്ടും അവർക്ക് ഇടയായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ ഉദ്ധിതനായ ക്രിസ്തു അവരോടുകൂടെ ചേർന്ന് നടക്കുമ്പോൾ അവരോട് ചോദിച്ച് അറിയുന്നുണ്ട്, എന്താണ് നിങ്ങൾ വാദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അതെല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായ യേശുവിനെയാണ് നമുക്ക് കാണുവാനായിട്ടിടയാവുന്നത്. ഒരു നാൾ ഹൈദരാബാദിലുണ്ടായിരുന്ന മഹാരാജാവ് ജർമ്മനി സന്ദർശിക്കുവാനായിട്ട് പോയി. മെഴ്സിഡസ് ബെൻസ് വിൽക്കുന്നതായൊരു സ്ഥലമാണ്.
പരിവാരങ്ങളൊന്നും കൂടാതെ, രാജകീയ വസ്ത്രങ്ങൾ കൂടാതെ അദ്ദേഹം ഈ മെഴ്സിഡീസ് ബെൻസ് വിൽക്കുന്നതായുള്ള സ്ഥലത്ത് ചെന്നു. ആരും അദ്ദേഹത്തെ ഗൗനിച്ചില്ല. അപ്പോൾ അദ്ദേഹം മടങ്ങി താൻ താമസിച്ചതല്ല ഹോട്ടലിൽ ചെന്നതിന് ശേഷം അവരെ വിളിച്ചു പറഞ്ഞു, മഹാരാജാവ് അവിടേക്ക് എഴുന്നള്ളുന്നുണ്ട്, മെഴ്സിഡീസ് ബെൻസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കേട്ട മാത്രയിൽ തന്നെ റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ചു രാജാവിനെ സ്വീകരിക്കുന്നതിനായിട്ട് ഓഫീസേഴ്സ് എല്ലാം വന്നു ചേർന്നു. രാജാവ് ചെന്നതായുള്ള അവസരത്തിൽ അവരെല്ലാം കാണുകയും അവരോട് കുശല പ്രശ്നമൊക്കെ നടത്തുകയും അവിടെ ഉണ്ടായിരുന്ന 7 ബെൻസുകൾ ഉടനെ തന്നെ ഓർഡർ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചീഫ് എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു, നിങ്ങൾ ഹൈദരാബാദിൽ എൻ്റെ രാജ്യത്തെ വരണം. ക്ഷണമൊക്കെ സ്വീകരിച്ച് അവിടെ ചെന്നതായുള്ള അവസരത്തിൽ ഈ ഉദ്യോഗസ്ഥനെ കാണുവാനായിട്ട് ഇടയായിട്ടെത്തുന്നത് ഹൈദരാബാദിലുള്ള മാലിന്യ കൂമ്പാരങ്ങളൊക്കെ മാറ്റുന്ന വേസ്റ്റ് നിറച്ച് കൊണ്ടുപോകുന്നതായിട്ടുള്ള വാഹനങ്ങളാക്കി മെഴ്സിഡീസ് ബെൻസിനെ ഉപയോഗിച്ചു എന്നതാണ്. ഇതെനിക്ക് വായിക്കുവാനായിട്ട് ഇടയായിട്ടെത്തുന്നത് അടുത്ത സമയത്ത് പ്രസിദ്ധീകരിക്കുവാനായിട്ട് പോകുന്ന ഒരു പുസ്തകത്തിൻ്റെ അവതാരിക എഴുതുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടപ്പോഴാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ സഭാംഗമായുള്ള ഷാജി ജോസ് സാർ എഴുതുന്ന പുതിയ പുസ്തകമാണ് നീര് തേടുന്നതായുള്ള വേരുകൾ. ഈ ഭാഗം വിവരിച്ചതിന് ശേഷം സാറ് നമുക്കെല്ലാവർക്കും വേണ്ടതായുള്ളൊരു ഉപദേശം നൽകുന്നുണ്ട്. 3 കാര്യങ്ങളാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, ആർക്കും ഒന്നിൻ്റെയും പേരിൽ അഹങ്കാരം പാടില്ല. നിനക്ക് മെഴ്സിഡീസ് ബെൻസ് ഉണ്ടായിരിക്കാം, നിനക്കത് വിൽക്കാനായിട്ടുള്ള സാവകാശം ഉണ്ടായിരിക്കാം, ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നതിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നിനക്കുണ്ടായിരിക്കാം, എന്നാൽ അഹങ്കാരം പാടില്ല. രണ്ടാമത് ഈ ഭാഗത്തൂടെ നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഭാഗം, ആരെയും മുൻവിധിയോടുകൂടി സമീപിക്കരുത് എന്നതാണ്. ആരെയും മുൻവിധിയോടുകൂടി സമീപിക്കരുത്. രാജകീയ വസ്ത്രങ്ങളൊന്നും കൂടാതെ ഷോറൂമിൽ ചെന്നതായിട്ടുള്ള രാജാവിനെ സ്വീകരിക്കുന്നതിനായിട്ട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇവിടെ വലിയ രാജാക്കന്മാരും ചക്രവർത്തികളും ഒക്കെ വന്നാണ് മെഴ്സിഡീസ് ബെൻസ് വാങ്ങിക്കുന്നത്. പിന്നെ നിങ്ങളെന്തിനാ ഇവിടെ വരുന്നത്? നമ്മളുടെ ദൈനംദിന ഇടപാടുകളിൽ ആരെയും മുൻവിധിയോടുകൂടി സമീപിക്കുന്നതിനായിട്ട് ഇടയാകരുത് എന്നത് സൂചിപ്പിക്കണം. മൂന്നാമത്തെ പാഠം, ആരെയും അവഹേളിക്കുന്നതിനായിട്ടോ ലഘൂകരിച്ച് കാണുന്നതിനായിട്ടോ നാം തുനിയരുത്. The other may be a different person. That doesn't mean that he is lower than you. ആരെയും അവഹേളിക്കുന്നതിനായിട്ടോ ലഘൂകരിച്ച് കാണുന്നതിനായിട്ടോ ഇടയായിട്ട് തരുന്നത്. 3 ഗുണപാഠങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, ആരും ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കരുത്. താഴ്മയും വിനയമൊക്കെയാണ് ഏറ്റവും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. 2, ആരെയും മുൻവിധിയോടുകൂടി കാണരുത്. We all have bias, we all have prejudice, and we see the other person in a different manner altogether. അതിന് പറ്റിയതായുള്ള കണ്ണടയൊക്കെ ധരിച്ചാണ് നാം ജീവിക്കുന്നത്. ടാഗ് ഇട്ടിട്ടുണ്ട് ഓരോരുത്തരോട്, ഇന്നാരെ എനിക്കറിയാം. ഏതോ പഴയ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും മനസ്സിൽ ചരിച്ചു വച്ചിരിക്കുകയാണ്, മറക്കാതെ. ഇന്നാരാ എനിക്കറിയാം ആളിനെ.
ആരെയും മുൻവിധിയോടുകൂടി സമീപിക്കരുത്. കഴിയുമോ? To see the other person as a fresh one. ഇവിടെ എമ്മോസിലേക്കുള്ള യാത്രാമധ്യേ ഒരു അപരിചിതനാണ് ഇവരോട് ചേർന്ന് നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആ അപരിചിതൻ ചേർന്ന് നടക്കുന്നതിനായിട്ട് അനുവദിച്ചു. രണ്ടാമത്, ഈ അപരിചിതൻ ഇവരോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വാട്ട് ക്യാൻ ഐ ഡു? ഹൗ ക്യാൻ ഐ ബി യുവർ ഹെൽപ്പ് ടു യു? മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിൽ നാം ആരെയും അവഹേളിക്കുന്നതിനായിട്ടോ ലഘൂകരിച്ച് കാണുന്നതിനായിട്ടോ ഇടയാവരുത്. The other person may be a greater person than you. നമ്മൾ അറിയുന്നില്ല. യോഹന്നാൻ സ്നാപകൻ ഒരു ശിശുവായിട്ട് ജനിച്ച അവസരത്തിൽ പരിച്ഛേദന കഴിക്കുവാനായിട്ട് ചേർന്ന ആളുകളെല്ലാം പറയുന്നുണ്ട്, ഈ ശിശു എന്തായിട്ട് തീരും. We do not know. എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ മുൻപിൽ കണ്ടതിൽ. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്ക് മാതാപിതാക്കളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. കുര്യന്നൂർ സെൻറ് തോമസ് ഇടവകയുടെ ഒരു ഗുണദോഷം കൂടെ നൽകട്ടെ. നമ്മളുടെ ഈ ബർത്ത്ഡേയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെയും സമയത്ത് ഇത്രയും തിക്കും തിരക്കും കാണുന്നത് പോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം മുമ്പോട്ട് വന്ന് മുട്ടുകുത്തുന്നതിനായിട്ടും അവർ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ടും സാവകാശം നൽകണം. രണ്ട് കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം അറിയിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ യൂത്ത് മൈഗ്രേഷൻ. യുവജനങ്ങൾ വളരെ കുറവാണ്, ഇല്ല എന്ന് പറയുന്നില്ല, ഇവിടെ ഉണ്ട്, എന്നാൽ കുറവാണ്. പ്രായാധിക്യത്തിലുള്ള ആളുകളും കുഞ്ഞുങ്ങളുമാണ് നമ്മുടെ ഇടയിലുള്ളത്. രണ്ടുപേരെയും കരുതുവാനായിട്ട് ഓരോ ഇടവകയ്ക്കും ഈ കാലഘട്ടത്തിൽ സാധ്യമായിട്ട് തീർന്നു. പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നാം അവഗണിക്കുന്നത്, ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നുണ്ട്, നാം ആക്രമിക്കുന്നത് ആത്മാവും അന്തസ്സുമുള്ള വ്യക്തികളാണ് എന്നത് മറന്നുപോകരുത്. ബാറ്റിൽ ഫീൽഡിൽ മരിച്ച വീഴുന്നതായുള്ള ഓരോ മനുഷ്യനും, വെടിവെച്ച് കൊല്ലുന്നതായുള്ള ഓരോരുത്തരും, നമ്മളുടെ വിവിധങ്ങളായ പെരുമാറ്റങ്ങൾ കൊണ്ട് ഇവിടെ വരാതിരിക്കുവാനിടയായിത്തീരുന്നതായിട്ടുള്ള ആളുകളൊക്കെ, അവരെല്ലാം അന്തസ്സും അഭിമാനവുമുള്ള ആളുകളാണ് എന്നത് മറന്നു പോകരുത്. The dignity of the other, dignity of the person, നമുക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നൽകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരണം. ഇവിടെ ഈ അപരിചിതനായിട്ടുള്ള യേശു ഈ രണ്ട് ശിഷ്യന്മാരുടെ ചേർന്ന് നടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എങ്ങനെയാണ് അവരുടെ സംശയം മാറ്റിക്കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയാണ് അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയാണ് അവരുടെ യാത്ര ഫലകരമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്നത് എന്നതൊക്കെ ചിന്തിച്ച് പെരുമാറുന്നതായിട്ടാണ് നാം കാണുന്നത്. The stranger is enriching the life of the other two. സംശയം മാറ്റിക്കൊടുക്കുന്നുണ്ട്, വേദഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ. എന്താ മന്ദബുദ്ധികളാണോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച് അവരുടെ മനസ്സൊക്കെ ഉണർത്തിയിട്ട് വേദഭാഗങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നതായുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തിരുവെഴുത്തുകൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം സഹായിക്കുന്നതായിട്ടുള്ള ആളുകൾ. കോഴിക്കോട് സെൻറ് പോൾസ് ഇടവകയിൽ നമ്മളുടെ ഒരു സഭാംഗം നെഫ്രോളജിസ്റ്റ് ആയിട്ടുണ്ട്, ഡോക്ടർ എം തോമസ് മാത്യു. പ്രാർത്ഥനയുള്ള ഒരു ഭവനത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ദൈവമാണ് എന്നെ ഈ പ്രൊഫഷനിലേക്ക് വിളിച്ചത്, ദൈവമാണ് എന്നെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. താൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതായുള്ള ആശുപത്രിയിൽ വൈകുന്നേരമായപ്പോൾ
എല്ലാവരും ഒക്കെ ജോലിയൊക്കെ തീർത്ത് വീട്ടിൽ പോകുന്നതായുള്ള നേരത്ത് കുറച്ച് സിസ്റ്റേഴ്സ് അവിടേക്ക് കയറി വന്നു. അതിലൊരാൾക്ക് കിഡ്നി ഫെയിലിയറാണ്. അതുകൊണ്ട് ഉടനെ ഡയാലിസിസ് ആവശ്യം. നെഫ്രോളജിസ്റ്റാണ്. ഡയാലിസിസ് ചെയ്യുവാൻ്റെ കൊണ്ട് ഇടയായി തീർന്നതായുള്ള ആശുപത്രിയുമാണ്. പക്ഷെ ഒരു കുഴപ്പം, അന്ന് ഇന്നത്തെ പോലെ ആധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഉപയോഗിക്കുന്നതല്ല ലായനിയെല്ലാം മിക്സ് ചെയ്തുണ്ടാക്കണം. അതുകൊണ്ട് ഓരോന്നും അളന്ന് എടുത്ത് അത് മിക്സ് ചെയ്തുണ്ടാക്കിയ ലായനി കൊണ്ട് മാത്രമേ ഡയാലിസിസ് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഹി വാണ്ട്സ് അസിസ്റ്റൻസ്. അതിന് തന്നെ സഹായിക്കുന്ന വിശ്വസ്തനായിട്ടൊരു മനുഷ്യനുണ്ട്. പക്ഷെ അദ്ദേഹം 5 മണി കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. എന്തു ചെയ്യും? ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ ഈ സിസ്റ്റർ മരിക്കും. തൻ്റെ മുമ്പിൽ വന്നതായിട്ടുള്ള ഈ രോഗിയെ ശുശ്രൂഷിക്കണമോ മരിക്കാൻ അനുവദിക്കണമോ? എങ്ങനെയെങ്കിലും അന്ന് ഡയാലിസിസ് ചെയ്ത ഈ സിസ്റ്ററിനെ രക്ഷിക്കാമോ എന്നതാണ് ഡോക്ടർ ചിന്തിച്ചത്. പ്രാർത്ഥിച്ചു. നോക്കിയപ്പോൾ ഈ ലായനിയൊക്കെ വെച്ചിരിക്കുന്ന ഈ കെമിക്കൽസ് എല്ലാം വെച്ചിരിക്കുന്നതായുള്ള മുറി അകത്താണ്. ആ മുറിയെല്ലാം പൂട്ടി താക്കോലൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഈ താക്കോൽ കൂട്ടം ആദ്യം എടുത്തു. ഡോക്ടർക്ക് അറിയാൻ പാടില്ല ഏത് പൂട്ട് എങ്ങനെയാണ് തുറക്കാൻ സാധിക്കുന്നത്, ഏത് താക്കോലാണ് ഉപയോഗിക്കുന്നത് അറിയാൻ പാടില്ല. ഒരു ബഞ്ച് ഓഫ് കീസാണ്. അതിലൊന്ന് കയ്യിലെടുത്ത് അത് വന്ന് ഇട്ട് നോക്കി, അത് തുറന്നു. And that way he entered into the room where the chemicals were kept. അവിടെ ചെന്നതായുള്ള അവസരത്തിൽ സാധാരണ ഈ കെമിക്കൽസ് എല്ലാം ഒരു ഭാഗത്ത് അടച്ച് ഭദ്രമാക്കി വെച്ചിട്ടാണ് പോകേണ്ടത്. എന്നാൽ അന്ന് അതെല്ലാം മേശപ്പുറത്ത് തന്നെയുണ്ട്. അപ്പോൾ ഡോക്ടറെ തൻ്റെ പഴയ കാലത്തെ പഠിച്ചതായുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഈ കെമിക്കൽസ് എല്ലാം അളന്ന് വേണ്ടതൊക്കെ എടുത്ത് ഒരു ലായനിയൊക്കെ ഉണ്ടാക്കി ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ട് സാധിച്ചു. സിസ്റ്ററെ രക്ഷപ്പെടുകയും ചെയ്തു. ഡോക്ടറെ തൻ്റെ ജീവിത സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ദൈവം എന്നെ നടത്തിയതാണ്, ദൈവം എന്നെ ഉപയോഗിച്ചതാണ്. The wonderful way in which the Lord has guided me, led me. ഇന്ന് വളരെയധികം റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. റീസൺ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ വല്ലതും ചെയ്യൂ. ആ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആ ലോകമാണ് എങ്കിൽ ഡോക്ടർക്ക് പറയാമായിരുന്നു, സിസ്റ്ററെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, എല്ലാവരും പോയി, ഞാനും അടച്ചിട്ട് പോകാനായിട്ട് പോവുക, അതുകൊണ്ട് സിസ്റ്റർ പിക്കോളൂ. Death would have been the result. എന്നാൽ ദൈവം ഒരു വഴി തുറന്നു തരും എന്ന് ദൈവത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത് കൊണ്ടാണ് ബഞ്ച് ഓഫ് കീസ് മുതൽ ഡയാലിസിസ് ചെയ്യുന്നതായുള്ള കാര്യം വരെ എല്ലാ കാര്യങ്ങളിലും വഴി തുറക്കപ്പെട്ട് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. The wonderful way in which the Lord guides us. ഇത് ജീവിതത്തിൽ മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. Not with our intellect, not with our reasoning. റീസണിങ് ഒക്കെ സാധിക്കും, ഇത് കഴിഞ്ഞിട്ടുള്ള റീസണിങ്ങിൽ നമുക്ക് സാധിക്കും. Well, that was the right key, that the chemicals were there, you could do it because you learned it and you could save her life. അതൊക്കെ നമുക്ക് റീസൺ ഔട്ട് ചെയ്യാം. പിന്നെ എന്നാൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതായുള്ള അവസരത്തിൽ, പ്രയാസം ഉണ്ടാകുന്നതായുള്ള അവസരത്തിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്? കഴിഞ്ഞ മാരാമൻ കൺവെൻഷൻ്റെ അവസാനത്തിൽ ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ there should be God talk. ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഭവനങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് ഇടയായിട്ട് തീരുന്നു. Are we doing it?
എന്ത് തള്ളാണ്! ഇന്നോഗ്രേഷൻ ഡേ, ഫൈനൽ ഡേ, ആ പന്തലിൽ ഇരിക്കാൻ പോലും ഇട കിട്ടത്തില്ല. അതുപോലെ ആളുകൾ തിങ്ങിക്കൂട്ടുകയാണ്. ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, ഈ നമുക്കിപ്പോൾ എല്ലാം ഓൺലൈനിൽ കിട്ടുമല്ലോ, വൈ ഡു യു വോണ്ട് ടു കം ഓവർ ഹിയർ? എനിക്കല്ലാതെ ഒക്കുകയില്ല. എനിക്ക് അവിടെ വരുന്ന പോയേ വെക്കുകയുള്ളൂ. എനിക്ക് അവിടെ ചെന്ന് ഇരുന്നേ വെക്കുകയുള്ളൂ. അവിടെ നിന്ന് വചനം കേട്ടേ വെക്കുകയുള്ളൂ. അങ്ങനെയുള്ള ധാരാളം ആളുകൾ വരുന്നുണ്ട്. നമ്മളും അതിൻ്റെ ഭാഗമായിരിക്കാം. എന്നാൽ നമ്മളുടെ ഈ വചന കേൾവിയും ദൈവബോധവും എല്ലാം നമ്മെ നയിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ടാണോ? നമ്മളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് ഇടയാവണം, എനിക്ക് ഇന്ന പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദൈവമാണ് എന്നെ നടത്തിയത്, ഇന്ന രീതിയിലാണ് ദൈവം എന്നെ നടത്തിയത്. അത് പാഠപുസ്തകത്തിൽ വായിക്കാൻ കിട്ടുകയില്ല, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുകയില്ല, ബുക്കുകയില്ല. അവരുടെ അനുഭവമല്ലല്ലോ, നമ്മളുടെ അനുഭവമാണ്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളുടെയും ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. When you experience the guidance of God, tell that to your next generation, to your children and grandchildren. Tell them. It's not going to be a waste. It's going to be an investment in the life of the person. ദൈവം നടത്തുന്നതായുള്ള വഴികൾ, വിധങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുക എന്നത്. ഇന്ന് 4 മണിക്ക് ഇവിടെ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെമ്മോറിയൽ ടോക്ക് നടക്കുവാനായിട്ട് പോവുകയാണ്. തിരുമേനിയുടെ ജീവിതത്തിൽ ആദ്യോടന്തും താൻ പ്രാർത്ഥിക്കും എന്ന് മാത്രമായിരുന്നില്ല, തൻ്റെ കൂടെ ചേർന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുവാനായിട്ട് പറയുമായിരുന്നു, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമായിരുന്നു. Do we teach our children to pray? Extemporal prayer, ആത്മായ നേതൃത്വം ഈ സഭയിൽ സ്ഥാനമുള്ളതായുള്ള കാര്യങ്ങളാണ്. ഞാനിത് പറഞ്ഞ ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കട്ടെ, ഈ രാവിലെ ഈ പള്ളിയിൽ കാണുന്നതായുള്ള അറ്റൻഡൻസ് 4 മണിക്കും കാണാനായിട്ടിടയാണ്. നിങ്ങളെപ്പോലെ ഞാനും പോയിട്ടേ വരികയുള്ളൂ. എന്നാൽ 4 മണിയാകുമ്പോൾ എത്തണം. നമ്മളുടെ മെത്രാപ്പോലിത്തയാണ്, നമ്മളുടെ ഇടവയിൽ വെച്ചാണ് നടത്തുന്നത്. എല്ലാവരും കാണണം. ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നതിനായിട്ട് പോവുകയാണ്. വാട്ട് വാസ് ദ റിസൾട്ട്? ഈ 2 ആളുകൾ അവരെത്തേണ്ടതായുള്ള ഗ്രാമത്തോടടുത്തപ്പോൾ നേരം വൈകി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ മുമ്പോട്ട് പോകുന്നതിനായിട്ട് ഭാവിച്ചു. അവർ പറഞ്ഞു, പോകരുത്, ഞങ്ങളുടെ കൂടെ പാർക്കണം. പഴയ രീതി അങ്ങനെയാണ്. സ്വീകരിച്ചു, അവരോടുകൂടെ പാർക്കുന്നതിനായിട്ട് സമയം കണ്ടെത്തി. അപ്പോൾ അത്താഴത്തിനായിട്ടിരുന്നു. യേശു സാധാരണ ചെയ്യുന്ന പോലെ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് കൊടുത്തു. അവരുടെ കണ്ണുകൾ തുറന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. They could recognize him as the risen Lord. ഉയർത്തെഴുന്നേറ്റ കർത്താവാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. The moment that they recognized him as the risen Lord, he disappeared. He vanished. എന്താണ് അനന്തര ഫലമായിട്ടുണ്ടായത്? യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതായുള്ള സാഹചര്യത്തിൽ തന്നെ they recognize that this is a unique gift given to us by God. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാനായിട്ടുള്ളതാണ്.
അതുകൊണ്ട് ഉടനെ തന്നെ എമ്മോസിലേക്ക് യാത്ര ക്ഷീണിച്ച് അവിടെ എത്തിയതായിട്ടുള്ള ആളുകളാണ് അന്നേരം തന്നെ അവിടെ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി അവരോട് പോയി പറയാനായിട്ട് ദാറ്റ് വി ഹാവ് സീൻ ദ റിസൺ ലോർഡ്. ഒരു യാത്രയെക്കുറിച്ചാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ യാത്രയും മുൻപോട്ട് പോകുന്നതായുള്ള യാത്രയാണ്. ഓരോ ചുവടുവയ്പ്പുകളും വിശ്വാസത്തിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുവയ്പ്പുകളും ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ്. ഇന്ന് വൈകിട്ട് നാം കേൾക്കുവാനായിട്ട് പോകുന്ന പ്രഭാഷണത്തിന്റെ പ്രധാന വിഷയം ദ ചേർച്ച് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. ഞാനതെല്ലാം ഇപ്പോൾ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നില്ല, വൈകിട്ട് ഞാൻ വരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. ദ ചേർച്ച് ടുമോറോ, ഇന്നലെയും ഇന്നും അറിയുന്നതായുള്ള സഭയുടെ പ്രത്യേകതയാണ്. ദ ചേർച്ച് ആസ് എ മിഷൻ, ഇറ്റ് വിൽ മൂവ് ഫോർവേഡ്. ചൈതന്യമുള്ളതായുള്ള സഭയാണ്, സഞ്ചരിക്കുന്നതായുള്ള സഭയാണ്. ഈ മുന്നോട്ടുള്ള കാൽവെപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉളവാകുവാൻ തക്കവണ്ണമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം നമ്മെ സഹായിക്കുന്നത്. ഞാൻ വീണ്ടും വരും. നമ്മുടെ എല്ലാ ആരാധനയിലും നമ്മൾ പറയുന്നുണ്ട്, രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹിസ് സെക്കൻഡ് കമ്മിങ്. ഇഫ് സോ, we are moving forward. ഇതിൻ്റെ മാനങ്ങളെ കണ്ടെത്തുവാൻ തക്കവണ്ണം വൈകിട്ടുള്ളതായുള്ള പ്രഭാഷണം നമുക്ക് എല്ലാവർക്കും സഹായമായി തീരട്ടെ എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. സഹചാരിയായിട്ടുള്ള യേശു നമ്മെ പഠിപ്പിക്കുന്നതായുള്ള ചില പാഠങ്ങൾ. You may be meeting so many strangers in your life. ആരെയും ഇഗ്നോർ ചെയ്യുന്നതിനായിട്ടിടയാകരുത്. ആരെയും നിസ്സാരനായിട്ട് കാണുന്നതിനായിട്ടിടയാകരുത്. ആരെയും ചെറുതാക്കി കാണുന്നതിനായിട്ട് നാം ശ്രമിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയതായുള്ള ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, മറ്റുള്ളവരെ ശ്രേഷ്ഠ എന്ന് എണ്ണിക്കൊള്ളും. The other is greater than I. ഈ ഒരു മനോഭാവത്തിൽ വളർന്നു വരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുർബാനയിൽ പങ്കെടുക്കുവാനായി ദൈവം നൽകിയിരിക്കുന്നതായ അവസരം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. ഭാവിയിലേക്കുള്ളൊരു നടത്ത യാഥാർത്ഥ്യമായിട്ട് തീർന്നു. ദൈവം നടത്തുന്നു എന്നുള്ള വിശ്വാസം ജീവിതത്തിൽ പങ്കിടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുകയും വേണം. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ആചാരങ്ങളും എല്ലായ്പ്പോഴും ദൈവരാജ്യത്തിലുള്ള യാത്രയായും ദൈവരാജ്യത്തിന് സംസ്ഥാപനത്തിനായിട്ടുള്ള യാത്രയായും തീരുവാൻ ഇടയാക്കണമേ എന്നത് പ്രാർത്ഥിക്കാം.